ഒടുവിൽ സഞ്ജു ഒരിക്കൽ കൂടി തന്റെ വിമർശകരുടെ വായ്ക്ക് പൂട്ടുവെച്ചിരിക്കുകയാണ്. IPL ആദ്യ മത്സരങ്ങളിൽ സഞ്ജു രണ്ടക്കം കാണാതെ വന്നതോടെ വിമർശകർ വീണ്ടും തലപൊക്കിയിരുന്നു. എന്നാൽ അവരുടെ വിമർശനങ്ങൾക്ക് അധികം ആയുസ് കൊടുക്കാതെ ഒടുവിൽ ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം ചെപ്പോക്കിലെ ഗാലറികളെ സാക്ഷിയാക്കി സംഭവിച്ചു. മലയാളികളുടെ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞ കുപ്പായത്തിൽ തന്റെ ബാറ്റിംഗ് വിസ്മയം തീർത്തിരിക്കുകയാണ്. ഡൽഹി ക്യാപ്റ്റൻസിനെതിരായി നടന്ന നിർണായക മത്സരത്തിൽ വെടിക്കെട്ട് സെഞ്ചുറി പ്രകടനമാണ് സഞ്ജു പുറത്തെടുത്തത്. തന്റെ ബാറ്റിംഗ് മികവുകൊണ്ട് മൈതാനത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ബൗണ്ടറികളും സിക്സറുകളും പായിച്ച സഞ്ജു മഞ്ഞക്കുപ്പായത്തിലെ തന്റെ കന്നി ശതകം ആഘോഷമാക്കി മാറ്റി. സഞ്ജുവിന്റെ ഈ ബാറ്റിംഗ് വെടിക്കെട്ടും അതിനെ തുടർന്ന് ഡൽഹിക്കെതിരെ ചെന്നൈ നടത്തിയ ഉജ്ജ്വല വിജയവും IPL പോയിന്റ് പട്ടികയിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. MS ചിദംബരം സ്റ്റേഡിയത്തിൽ മഞ്ഞക്കടലായി മാറിയ ഗാലറികളെ ആവേശം കൊള്ളിച്ചുകൊണ്ടായിരുന്നു ചെന്നൈയുടെ ഇന്നിംഗ്സ് ആരംഭിച്ചത്. ടോസ് ഭാഗ്യം തുണച്ച ചെന്നൈ നായകൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ തുടക്കത്തിൽ തന്നെ ഓപ്പണർമാരെ നഷ്ടമായതോടെ ചെന്നൈ ഒന്ന് പതറിയെങ്കിലും മൂന്നാമനായി ക്രീസിലെത്തിയ സഞ്ജു സാംസൺ പിന്നീട് കണ്ടത് മറ്റൊരു ലോകമായിരുന്നു. തന്റെ പഴയ തട്ടകമായിരുന്ന രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ചെന്നൈയിലെത്തിയ സഞ്ജു ടീം തന്നിൽ അർപ്പിച്ച വിശ്വാസം ഒട്ടും ചോരാതെ തന്നെ ബാറ്റ് വീശി. കളിയുടെ ആദ്യ പന്ത് മുതൽ തന്നെ ആത്മവിശ്വാസത്തോടെ കാണപ്പെട്ട സഞ്ജു ഡൽഹി ക്യാപിറ്റൽസിന്റെ പേസ് നിലയെയും സ്പിൻ നിരയെയും ഒരുപോലെ കടന്നാക്രമിച്ചു. ഡൽഹിയുടെ കുന്തമുനകളായ കുൽദീപ് യാദവിനെയും ആൻഡിച്ച് നോർക്കിയെയും ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗത്തേക്കും പായിച്ച സഞ്ജു വെറും 52 പന്തിൽ നിന്നാണ് ആ മാന്ത്രിക സംഖ്യയായ 100 റൺസ് പിന്നിട്ടത്. സഞ്ജുയുടെ IPL കരിയറിലെ 4ാമത്തെ സെഞ്ചുറിയും ചെന്നൈ സൂപ്പർ കിങ്സ് ജേഴ്സിയിലെ ആദ്യത്തെ ശതകവുമായിരുന്നു ഇത്. സഞ്ജുവിന് ഉചിതമായി പിന്തുണ നൽകിക്കൊണ്ട് യുവതാരം ആയുഷ് മാത്രയും മറുവശത്ത് കരുത്തറിയിച്ചു. ആയുഷ് മാത്രയുടെ ഈ അർദ്ധ സെഞ്ചുറിയും സഞ്ജുവിന്റെ ഈ ബാറ്റിംഗ് വെടിക്കെട്ടുമാണ് ചെന്നൈയെ ഒരു തകർച്ചയിൽ നിന്ന് കരകയറ്റിയതെന്ന് മാത്രമല്ല സ്കോർ ബോർഡിൽ 200-ന് മുകളിൽ എത്തിക്കാനും സഹായിച്ചു. നിശ്ചിത 20 ഓവർ അവസാനിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 212 റൺ എന്ന കൂറ്റൻ സ്കോറാണ് ചെന്നൈ പടുത്തുയർത്തിയത്. ചേപ്പോക്കിലെ പിച്ചിലെ എല്ലാ സാധ്യതകളെയും മുതലെടുത്ത സഞ്ജുവിന്റെ ഈ പ്രകടനം ഈ സീസണിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. 213 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഡൽഹി ക്യാപ്റ്റൻസിന് ചെന്നൈയുടെ കൃത്യതയാർന്ന ബോളിംഗിന് മുന്നിൽ അടിപതറി. ട്രെന്റ് ബോൾട്ടിന്റെയും മദീഷ പതിരണയുടെയും ബോൾ പ്രകടനം ഡൽഹിയുടെ തുടക്കം തന്നെ തകർത്തു. ജെയ്ക്ക് ഫ്രേസർ മഗർക്കും ക്യാപ്റ്റൻ ഋഷഭ് പന്തും പൊരുതി നോക്കിയെങ്കിലും ലക്ഷ്യം വളരെ അകലെയായിരുന്നു. മധ്യനിരയിൽ അക്ഷർ പട്ടേൽ നടത്തിയ വെടിക്കെട്ട് ഡൽഹിക്ക് നേരിയ പ്രതീക്ഷ നൽകിയെങ്കിലും 20 ഓവറിൽ 189 റൺസ് എടുക്കാനേ അവർക്ക് സാധിച്ചുള്ളൂ. 23 റൺസിന്റെ ആധികാരിക വിജയമാണ് ചെന്നൈ സ്വന്തമാക്കിയത്. സഞ്ജു സാംസൺ തന്നെയാണ് മത്സരത്തിലെ താരം. MS ധോണിക്ക് ശേഷം ചെന്നൈയുടെ മധ്യനിരയിൽ സഞ്ജു എന്ന പവർ ഹിറ്ററെ ലഭിച്ചത് ടീമിന് വലിയൊരു ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. സഞ്ജു സാംസന്റെ ഈ തകർപ്പൻ സെഞ്ചുറി കേവലം ഒരു മത്സരത്തിലെ വിജയത്തിനപ്പുറം ഇന്ത്യൻ ക്രിക്കറ്റിലും IPL രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ദീർഘകാലം നയിച്ച രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈയുടെ മഞ്ഞ കുപ്പായത്തിലേക്ക് സഞ്ജു എത്തിയപ്പോൾ പലരും ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ബാറ്റ് കൊണ്ടാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. MS ധോണി എന്ന ഐതിഹാസിക താരം ഒഴിച്ചിട്ട ആ മധ്യനിരയിലെ വിടവ് നികത്താൻ സഞ്ജുവിനേക്കാൾ മികച്ച ഒരാളിൽ നിന്ന് ഈ സെഞ്ചുറി അടിവരയിടുന്നു. ക്രിക്കറ്റ് നിരീക്ഷകരുടെ വിലയിരുത്തൽ പ്രകാരം സഞ്ജുവിന്റെ ഈ പ്രകടനം ഇന്ത്യൻ ദേശീയ ടീമിലേക്കുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് കൂടുതൽ സുഗമമാക്കും. സ്ഥിരതയാർന്ന ബാറ്റിംഗ് പ്രകടനം പുറത്തെടുക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്ന വിമർശനത്തിനുള്ള മറുപടി കൂടിയാണ് ഡൽഹിക്കെതിരെ 52 പന്തിൽ അദ്ദേഹം പൂർത്തിയാക്കിയ ഈ ശതകം. പ്രത്യേകിച്ചും വരാനിരിക്കുന്ന അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ സഞ്ജുവിനെ പോലൊരു പവർ ഹിറ്ററെ ഒഴിവാക്കാൻ സെലക്ടർമാർക്ക് ഇനി എളുപ്പമാവില്ല. ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു എന്ന താരം ഒരു വലിയ നിക്ഷേപമാണ്. ധോണിക്ക് ശേഷം ടീമിനെ നയിക്കാൻ പാകത്തിലുള്ളൊരു ലീഡറെ കൂടിയാണ് സഞ്ജുവിൽ അവർ കാണുന്നത്. ഈ സീസണിൽ ആയുഷ് മാത്രയെ പോലുള്ള യുവ താരങ്ങൾക്ക് സഞ്ജു നൽകുന്ന പിന്തുണയും ക്രീസിലെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും ടീം കെട്ടുറപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. IPL ട്രാൻസ്ഫർ വിപണിയിലെ ഏറ്റവും മൂല്യമുള്ള നീക്കമായിരുന്നു സഞ്ജുവിന്റേതെന്ന് ഈ ഒരൊറ്റ ഇന്നിംഗ്സ് കൊണ്ട് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു.